തിരുവനന്തപുരം ജില്ലയിലെ ഹൃദയഭാഗമായ തൈക്കാട് അമ്മൻ കോവിൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് തൈക്കാട് ഉച്ചുമാളി അമ്മൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പുണ്യപുരാതനവും ചൈതന്യധന്യവും അനന്തപുരിയുടെ ഐശ്വര്യവുമാണ് തൈക്കാട് ശ്രീ ഉച്ചുമാളി അമ്മൻ ക്ഷേത്രം. സർവചരാചരങ്ങളിലും ചൈതന്യമായി വാണരുളുന്ന ശ്രീ ഉച്ചുമാളി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്താറുള്ളത്. ബ്രഹ്മശ്രീ അയ്യാഗുരു സ്വാമികൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നത് പത്മനാഭ ഭക്തനും സംഗീത വിദ്വാനും സകലകലാവല്ലഭനുമായിരുന്ന ഗർഭശ്രീമാൻ ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവായിരുന്നു. കൊട്ടാരം ഉദ്യോഗസ്ഥനായിരുന്ന ചിദംബരം ഓത്തുവാൾ പിള്ളയിൽ നിന്നുമാണ് മഹാരാജാവ് അയ്യാഗുരു സ്വാമികളുടെ മഹത്വത്തെയും പാണ്ഡിത്യത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നത്. മഹാരാജാവ് തനിക്ക് അയ്യാഗുരു സ്വാമിയെ കാണണമെന്നും ആവശ്യപ്പെടുകയും അതനുസരിച്ച് അയ്യാഗുരു സ്വാമി മഹാരാജാവിനെ മുഖം കാണിക്കുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ആദ്യമായി തിരുവിതാംകൂർ രാജകുടുംബവുമായി പരിചയപ്പെടുകയും കൂടുതൽ അടുക്കുകയും ചെയ്തു. മഹാരാജാവിൻ്റെ പ്രത്യേക അപേക്ഷ അനുസരിച്ച് കുറച്ചുകാലം അയ്യാ സ്വാമികൾ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു. മുൻപ് ഒരിക്കൽ കല്യാണ ക്ഷണത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് അയ്യാഗുരു സ്വാമി വരികയും അനന്തശയന ദർശനം കഴിഞ്ഞ് തൻ്റെ മാതാവായ ശ്രീ രുക്മിണി അമ്മാളുടെ ബന്ധുക്കളിൽ ഒരാളും കൊട്ടാര ഉദ്യോഗസ്ഥനുമായ ചിദംബരം ഓത്തുവാൾ പിള്ളയുടെ തൈക്കാടുള്ള വസതി വീട്ടിൽ താമസിക്കുകയായിരുന്നു അയ്യാഗുരു സ്വാമികൾ. തുടർന്ന് രാമസ്വാമി പിള്ളയുടെ മകളുടെ കല്യാണ വിരുന്നിൽ രാമസ്വാമി പിള്ളയുടെ പ്രത്യേക അപേക്ഷ പ്രകാരം അയ്യാഗുരു സ്വാമി അരുണാചല പുരാണ പാരായണവും വ്യാഖ്യാനവും നടത്തിക്കൊണ്ടിരിക്കവേ ഉച്ച സമയത്ത് റോഡിൽ കാന്താരി വേണോ എന്നൊരു വിളി തുടർച്ചയായി കേട്ടു. അവിടെ കൂടിയിരുന്നവർ റോഡിലാരോ കാന്താരി മുളക് വിൽക്കാൻ വിളിക്കുകയാണെന്ന് അയ്യാഗുരു സ്വാമിയോട് പറഞ്ഞു. എന്നാൽ ദേവിക്ക് കാന്താരി എന്നൊരു പേരും കൂടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കച്ചവടക്കാരല്ല എന്ന ഒരു വിശ്വാസത്തിൽ അയ്യാഗുരു സ്വാമി റോഡിൽ വന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ആ സന്ദർഭത്തിൽ കല്യാണ വീട്ടിൽ ഏകദേശം 100 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ അയ്യാഗുരു സ്വാമിയോട് പറഞ്ഞു, ഞാനിവിടെ വന്നിട്ടുണ്ട്, നിങ്ങളാരും ഭയപ്പെടേണ്ട, എന്നെ ഈ കാണുന്ന വഴിയമ്പലത്തിൽ വെച്ച് കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. തൈക്കാട് മുകളിലുള്ള വഴിയമ്പലവും വൃക്ഷവും ചുമട് താങ്ങിയും ചൂണ്ടിക്കാണിച്ചു. ആ 100 വയസ്സുള്ള സ്ത്രീ അരുളി ചെയ്തതുപോലെ അന്ന് ദേവീ ദർശനം കിട്ടുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി അർദ്ധരാത്രി സമയത്ത് വഴിയമ്പലത്തിന് സമീപം ചെന്ന് അയ്യാഗുരു സ്വാമി ധ്യാനനിഷ്ഠനായി നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് ദേവി തൻ്റെ പരിവാര സമേതം എഴുന്നള്ളി ദർശനം കൊടുത്തു. ആ സമയത്ത് ദേവിയെ കണ്ട നിലയിൽ നിന്നുകൊണ്ട് തന്നെ തൈക്കാട് ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എന്ന പ്രബന്ധനം പാടി സ്തുതിച്ചു. അന്ന് ചൂണ്ടിക്കാണിച്ച വഴിയമ്പലമാണ് ഇന്നത്തെ തൈക്കാട് ഉച്ചുമാളി അമ്മൻ കോവിൽ. ഇതാണ് ക്ഷേത്ര ചരിത്രം.
അയ്യാഗുരു ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ് കാവടി തിരിക്കുന്നത് എന്ന സവിശേഷതയും തൈക്കാട് ശ്രീ ഉച്ചുമാളി അമ്മൻ കോവിലിനുണ്ട്. തൈക്കാട് ഉച്ചുമാളി അമ്മന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.